നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ. ഇന്നിപ്പോൾ റിപ്പോർട്ടർ TV പിന്നെയും ഒരു വാർത്ത ചെയ്യാണ്. IAS തലപ്പത്ത് ഫയലുകൾ വെച്ച് താമസിപ്പിച്ച് N പ്രശാന്ത് അതിനെതിരെ പ്രതികരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. ഫയലുകൾ ഓരോ ജീവനാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം ഫയൽ കൊണ്ടെങ്ങനെ കൊല്ലാം എന്നുള്ളത്. നമ്മൾ പറയില്ലേ, മാധ്യമപ്രവർത്തകർ മാപ്രകളാവുന്നത് അവർ അവരുടെ വാർത്ത കൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും കൊല്ലാനും ശ്രമിക്കുമ്പോഴാണ്. കുത്തിക്കൊല്ലുന്ന പോലെ തന്നെ കൊല്ലുന്ന പോലെ ഇതും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഫിഷറീസ് മന്ത്രിയായിരുന്ന കഴിഞ്ഞ മന്ത്രിസഭയിലെ മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം എന്ന് പറഞ്ഞ ഒരു വിവാദം കൊണ്ടുവരികയും അതിൽ ശരിക്കും മേഴ്സിക്കുട്ടിയമ്മ പറയുന്നുണ്ട്, ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ അതൊരു യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്, നമുക്കതിൽ അനുമതി കൊടുക്കാൻ വരെ പറ്റില്ല. എന്തായാലും വലിയ നിലയ്ക്ക് അത് വാർത്ത കൊണ്ടുവരികയും ആ വാർത്ത കൊണ്ടുവന്നപ്പോൾ അത് ഒപ്പിട്ടത് N പ്രശാന്ത് എന്ന് പറഞ്ഞ അന്നത്തെ കളക്ടർ ബ്രോ ആയിരുന്നു എന്നുള്ള ഇതിൽ അദ്ദേഹത്തിന് അന്ന് ഉൾനാടൻ ജലഗതാഗത വകുപ്പിൻ്റെ MD ആയിരുന്ന അദ്ദേഹമായിരുന്നു എന്ന് ചെയ്തത് എന്നുള്ളതിൻ്റെ പേരിൽ മാതൃഭൂമി റിപ്പോർട്ടർ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ വളരെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായ വിഷയം വരെ ഉണ്ടായി. അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായിട്ട് സസ്പെൻഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റേതായ ന്യായമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫയലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഫയൽ കൊണ്ട് ഒരു സ്ത്രീയെ, അതും വളരെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു സ്ത്രീയെ ഇതേപോലെ ആക്രമിച്ചതിൻ്റെ ഒരു കഥ കൂടി പറയണം എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഇനി നമുക്ക് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഫയലുകളിലെ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ട സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചീഫ് സെക്രട്ടറിയാകാൻ സാധ്യതകളും വ്യവസായ വകുപ്പ് ഡയറക്ടർ ായിരുന്നു സസ്പെൻഷൻ. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രശാന്ത് തുടർച്ചയായി നടത്തിയ മാടമ്പള്ളിയിലെ ചിത്തരോഗി ഉൾപ്പെടെയുള്ള അധിക്ഷേപങ്ങളും വ്യവസായ വകുപ്പ് ഡയറക്ടർ K. ഗോപാലകൃഷ്ണനെതിരായ പരാമർശങ്ങളും പണിയായി. മതാടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഉണ്ടാക്കിയെന്ന കേട്ടുകേൾവിയില്ലാത്ത കുറ്റത്തിന് പ്രശാന്തിനൊപ്പം സസ്പെൻഷൻ നേരിട്ട ഗോപാലകൃഷ്ണൻ പക്ഷേ സർവീസിൽ ഉടൻ തിരിച്ചെത്തി. തന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നതോടെ പ്രശാന്ത് രണ്ടും കൽപ്പിച്ച് പോരിനിറങ്ങി. കഴിഞ്ഞ ദിവസം നടന്ന ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിന് ശേഷവും തന്റെ ആരോപണങ്ങൾ നിരന്തരം. ഏതൊരു കാര്യത്തിന് രണ്ട് മുഖം ഉണ്ടാവും. ആ രണ്ടാമത്തെ മുഖത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല, അറിയുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാൻ തയ്യാറായ നിങ്ങൾ തന്നെ അന്ന് ഒരു ചോദ്യം മാതൃഭൂമിയുടെ റിപ്പോർട്ടർ വന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല എന്നാണ് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ സംസാരിക്കാതിരിക്കേണ്ടത് എന്നുള്ളതൊക്കെ താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഏതൊക്കെ വിഷയങ്ങളാണ് സംസാരിക്കേണ്ടതെന്ന്. പക്ഷേ എല്ലാവർക്കും എല്ലാ കാലവും മറവി ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളൂ. എന്തായാലും ഈ മന്ത്രിസഭയുടെ അവസാന കാലത്ത് താങ്കൾ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് കയറിയാൽ അവിടെ താങ്കൾ എന്തുണ്ടാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തകരും അവർക്കും ഈ പറഞ്ഞ പോലെ ഓർമ്മ ഒരു വലിയ പെശകാണല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ചിലത് പഴയത് ഇങ്ങനെ ഓർത്ത് പറയണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു സംശയം.